അപ്പച്ചങ്ങായിമാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ റൗദയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഈ കാണുന്ന ജനങ്ങളൊക്കെ റൗദയിലേക്ക് കയറാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് നിൽക്കുന്ന ആളുകളാണ്. നുസ്കാപ്പ് സ്കാൻ ചെയ്തിട്ട് വേണം റൗദയിലേക്ക് കടക്കാൻ. അവിടെ ക്യൂ നിന്നിട്ട് വേണം അങ്ങോട്ട് കടക്കണമെങ്കിൽ. അപ്പോൾ കറക്റ്റ് ടൈമിൽ അവർ അങ്ങോട്ട് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഇവിടുന്ന് ജനങ്ങളൊക്കെ റസൂലുള്ളാഹിയുടെ സ്ഥലം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കാണുന്നത്. അങ്ങനെ നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ ഈ ജനങ്ങളൊക്കെ സ്കാൻ ചെയ്ത് വരുന്ന അതാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ ബാർകോഡൊക്കെ സ്കാൻ ചെയ്ത് റൗദയിലേക്ക് കടക്കാനുള്ള ഇതിലൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൗദയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നിരുത്തും. ആദ്യത്തെ ബാച്ച് നമ്മൾ മുന്നുള്ള ബാച്ച് റൗദയിൽ നിന്ന് പോയതിന് ശേഷമേ നമ്മൾ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. പച്ചക്കുബ്ബയാണ് കാണുന്നത്, അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ഇവിടുന്ന് ഇരുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവർ വിളിക്കാത്തേക്ക്. അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ റൗദയിലേക്ക് പോവുകയാണ്. റൗദയിലേക്ക് പോകുന്ന തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവർക്കും മുന്നത്തെ സഫിനെ കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാവരും വേഗം തിരക്കിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന റസൂലുള്ളാഹിൻ്റെ റൗദ ഷരീഫാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം, സ്വർഗത്തിൽ നിന്നുള്ള സ്ഥലം ഇതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ റൗദയിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ റാഹത്തായി. അപ്പോൾ അവിടെ സുരക്ഷാ ജീവനക്കാർ വന്നിട്ട് ഏകദേശം 10-20 മിനിറ്റ് നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ റാഹത്തായി. അപ്പോൾ മറ്റുള്ള ബാച്ച് നമ്മളെ ബാക്കിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് കടന്നു വരാൻ വേണ്ടി നമ്മോട് വേഗം മാറിക്കൊടുക്കുക അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 ജനങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർ എല്ലാവരും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മിഹ്റാബ്, മിമ്പറ ഇതാണ് മിമ്പറ. അപ്പോൾ അതിൻ്റെ ആദ്യമൊക്കെ മുൻഭാഗത്ത് കൂടെ ഇറങ്ങിപ്പോലെ റസൂലുള്ളാഹിയുടെ സ്ഥലം പറഞ്ഞ് നമുക്ക് ഇറങ്ങിപ്പോകാം. അപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ബാക്കിലൂടെ ഇങ്ങനെ തിരിഞ്ഞ് വരണം. ബാക്കിലൂടെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒക്കെ ദുആ ചെയ്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞു, അവിടെ ഇപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ജുമാ നിസ്കരിക്കാൻ നോക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ജുമാ നിസ്കരിക്കാൻ പോകണം. അപ്പോൾ ജുമാ നിസ്കരിക്കുന്നത് ഇവിടെ തന്നെയാണ്, ഹറമിൽ തന്നെയാണ്. അങ്ങനെ ഈ ബാക്കിലൂടെ വന്നു കഴിഞ്ഞാൽ ഹറമിലേക്ക് ഇങ്ങനെ കയറാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജുമാ നിസ്കരിക്കാൻ വേണ്ടി ഹറമിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹറമിൻ്റെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.